ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ പഠിച്ചത് ഇവിടെ കല്ലിശ്ശേരി ലെബനേസർ എന്ന് പറയുന്നൊരു സ്കൂളുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു പക്ഷേ. ഇപ്പോഴാ സ്കൂൾ പ്രവർത്തിക്കുന്നില്ല പല കാരണങ്ങൾ കൊണ്ട്. LKG മുതൽ പഠിക്കുന്നൊരു സ്കൂളാണ്. LKGയിൽ അവിടെ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് എല്ലാ കുഞ്ഞുങ്ങളും വന്നിരിക്കുമ്പം ഞങ്ങളെല്ലാം അമ്മയും അപ്പനും ഒക്കെ കൊണ്ടുവിട്ടു. ഇങ്ങനെ കൊച്ചു കൊച്ചു ബെഞ്ചിൽ പഠിക്കാൻ വേണ്ടി വന്നിങ്ങനെ ഇരിക്കുമ്പം ഞങ്ങളൊരു കാഴ്ച കണ്ടു. ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നു. ആ ഓട്ടോയിൽ നിന്ന് ഒരു മെലിഞ്ഞ ഒരു അമ്മ ഇറങ്ങുന്നു. ഒരു 6 വയസ്സിനടുത്ത് വരുന്ന ഇവരുടെ മകനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് കസേരയിൽ ഞങ്ങളുടെ അടുത്തിരുത്തുന്നു. അന്നത് പെട്ടെന്ന് അതിൻ്റെ കാര്യം പിടികിട്ടി. കാൽപ്പത്തി ഇങ്ങനെ നിവർന്ന് അരയ്ക്ക് കീപ്പോട്ട് തളർന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരനാണ്. 9 വർഷം ആ സ്കൂളിൽ പഠിച്ചപ്പോഴും കാണുന്ന കാഴ്ച ഇതാണ്. എന്നും 9:30 കഴിഞ്ഞ് ഫസ്റ്റ് ബെല്ലടിക്കുമ്പോൾ ഓട്ടോ വന്നിറങ്ങും. ഇവൻ്റെ മെലിഞ്ഞ അമ്മ ഇങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങും. ഇവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും. ഞങ്ങളോടൊപ്പം അവനും വളരുന്നുണ്ട്. അവൻ നടക്കാൻ കഴിയില്ല. അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ മക്കളുടെ ഭാരം അമ്മയ്ക്ക് അറിയാൻ പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായത് അന്ന്. 7 പഠിക്കുമ്പോഴും 8 പഠിക്കുമ്പോഴും ഈ വളർന്ന അതേ വളർച്ചയുള്ള ഇവനെ ഇങ്ങനെ കൂളായിട്ട് എടുത്തുകൊണ്ട് വന്ന് അമ്മ ഇങ്ങനെ ബെഞ്ചിൽ കൊണ്ടിരുത്തുന്നത്. ഉച്ചയ്ക്ക് കൈ കഴുകാൻ ചോറിനാൻ നേരത്ത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കുപ്പിയിൽ കൈ കഴുകും. PT അവർ എല്ലാ പിള്ളേരും ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ കളിക്കാൻ പോകും. ഓടിട്ട പഴയ സ്കൂളാണ്. ഒരു 3-3:30 സമയം 2:30 സമയം എല്ലാവരും ഓടിക്കളിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കാൻ ക്ലാസ്സിൽ വരുമ്പം ആ ഇരുട്ട് ക്ലാസ് മുറിയിൽ ഇങ്ങനെ തനിച്ചിരിക്കുന്ന കാണാം. ജോഷുവ എന്നാ പേര്. ജോഷുവ തനിച്ചിരിക്കുന്ന കാണാം. എന്തൊക്കെയായിരിക്കും എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുള്ളത്. ആ സ്കൂള് വിട്ട് പലയിടങ്ങളിൽ പോയി ഇവനെ പിന്നീടൊന്ന് കാണണമെന്നിങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ വരുന്നൊരു സമയം, ഒരു ദിവസം കല്ലിശ്ശേരി ജംഗ്ഷനിൽ കൂടി ഇങ്ങനെ ബസ്സിൽ പോകുമ്പം അവിടെ വഴിയിൽ ഇങ്ങനെ അംഗപരിമിതരായിട്ടുള്ളവർ ഉപയോഗിക്കുന്ന ഒരു സ്കൂട്ടർ ഉണ്ടല്ലോ, ഇങ്ങനെ 2 സൈഡിലും കൂടെ എക്സ്ട്രാ വീലുള്ള, അതുപോലൊരു സ്കൂട്ടറിൽ ഇരുന്ന് ഒരു കൊച്ചു മൈക്കൊക്കെ വെച്ച് വേദപുസ്തകം പിടിച്ചുകൊണ്ട് സുവിശേഷം പറയുന്ന എൻ്റെ ഈ അരയ്ക്ക് കീപ്പോട്ട് തളർന്ന സുഹൃത്തിനെ ഞാൻ കണ്ട. ജോഷുവ പാസ്റ്ററാണ് ഇന്ന് IPC സഭയുടെ. അരയ്ക്ക് കീപ്പോട്ട് തളർന്ന ഇവനിങ്ങനെ മുച്ചക്ര വണ്ടിയിൽ ഇങ്ങനെ ഓടിച്ച് വെയിൽ വകവെക്കാതെ കവലകളിൽ നിന്നിങ്ങനെ ഉറക്കെ പറയും, ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരുപാട് സഹോദരങ്ങളെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരായുസ് മുഴുവൻ ചലനം എന്താണ്, നടപ്പെന്താണെന്നറിയാതെ, ലോകത്തിൻ്റെ കൗതുകങ്ങളിലേക്ക് നടക്കാൻ കഴിയാതെ ഇരുട്ടുമുറിയിൽ ഇരുന്നു പോയ ഒരു മനുഷ്യൻ എങ്ങനെയാണ് സ്നേഹമുള്ളവരെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു സമൂഹത്തെ നോക്കി പറയാൻ പറ്റുന്നേ? അവൻ്റെ മൗനത്തിൽ കൂടെ അവൻ സഹനം അറിഞ്ഞു. അവൻ്റെ സഹനത്തിൽ കൂടെ അവൻ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്നറിഞ്ഞു. പൗലോസ്ലീഹ മനോഹരമായിട്ട് ആ ഒരു വഴി പറഞ്ഞു തരുന്നുണ്ടല്ലോ. കഷ്ടതയിൽ നിന്ന് സഹനത്തിലേക്കും, സഹനത്തിൽ നിന്ന് സിദ്ധതയിലേക്കും, സിദ്ധതയിൽ നിന്ന് പ്രത്യാശയിലേക്കുമുള്ള ഒരു മനോഹര വഴി പറഞ്ഞു തരുന്നുണ്ടല്ലോ. സ്നേഹമുള്ളവരെ, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ എന്നൊരു തിരുവചനം വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. ദൈവത്തെ ദൈവമായി അറിഞ്ഞാൻ മനസ്സിലും നാവിലും ജീവിതത്തിലും അടങ്ങി ശാന്തമായിട്ടിരുന്ന ഈ ദൈവത്തെ അറിയുന്ന ഒരു ജീവിത രീതിയാണ്.